നമുക്കിവിടെ അനാവശ്യമായ ഒരു പൂജകളൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന കൃത്യമായി ഈ പറയുന്ന രീതിയിൽ വാസ്തു പാലിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണഫലങ്ങൾ. ഗണനം, ഹരണം, ദാഹപൂരണം, ഇപ്രോച്ചിഷ്ടം എന്ന് പറഞ്ഞൊരു പ്രമാണപ്രകാരം നമുക്ക് ഈ ഭൂമിനെ നമുക്ക് ശുദ്ധി ചെയ്തെടുക്കണം. അത് ഈ പറയുന്ന ഒരു പൂജയൊന്നുമല്ല, അത് ഈ പറയുന്ന വ്യക്തിക്ക് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോലെ ഒരു പോൽ കണക്കിൽ ഒരു കുഴിയെടുത്ത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. മനസ്സിലായോ? നമുക്കിവിടെ അനാവശ്യമായ ഒരു പൂജകളൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന കൃത്യമായി വാസ്തു പാലിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും നമ്മളത് പ്രകൃതി കൃത്യമായി തരുന്നുണ്ട്. പോസിറ്റീവ് എനർജി നമ്മളത് കൃത്യമായി അതിനെ ഈ പറയുന്ന രീതിയിൽ അതിനെ പാകപ്പെടുത്തി എടുക്കുക. മനസ്സിലായോ? അത്രമാത്രം ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഗ്രഹനിർമ്മാണം നല്ലൊരു പ്ലാൻ അതിനകത്ത് ഡിസൈൻ ചെയ്തെടുക്കുക. അപ്പം അതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ എടുക്കുന്ന വസ്തുവിന് കിഴക്കോ വടക്കോ ഒരു അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഉയർന്ന ബിൽഡിങ്ങോ വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു രണ്ടോ മൂന്നോ നിലകളുള്ള ബിൽഡിങ് തന്നെയാണെങ്കിൽ ഒരു കാരണവശാലും ആ വസ്തു എടുക്കരുത്. മനസ്സിലായ? അത് രാവിലത്തെ ഉദയം ബ്ലോക്കാണ്. അത് നമ്മളെ വസ്തുവിലേക്കുള്ള എനർജി, ഈ പറയുന്ന വടക്കിഴക്കുന്നുള്ള ആ പോസിറ്റീവ് എനർജി ഇല്ലേ, ബ്ലോക്കായി. അപ്പൊ ഈ പറയുന്ന ആ വസ്തുവിൽ ഗ്രഹം നിർമ്മിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ പറയുന്ന പോസിറ്റീവ് എനർജി അതിലേക്ക് വരില്ല, ആ വസ്തുവിലേക്ക് വരില്ല. അത് തടസ്സപ്പെടുത്തണത്. പുരോഗതി, സന്താനങ്ങൾക്ക് ഉയർച്ചയില്ലായ്മ, ഇതെല്ലാം ധനനഷ്ടങ്ങൾ. മനസ്സിലായോ? അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.